പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ വിശ്വഹിന്ദുപക്ഷത്ത് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നൊക്കെ പറയാനുള്ള എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത അപ്രകാരമൊക്കെ പറയാനെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അദ്ദേഹം ഒരു വസ്ത്രം അണിഞ്ഞ ഒരു തിരുവസ്ത്രം എന്ന് പറയുന്ന ഒരു ലോഹയിട്ടുള്ള കാരണത്താൽ അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്, അദ്ദേഹത്തിന് എന്തും പറയാം എന്നുള്ള രീതിയിലുള്ള സംസാരവും ശരിയല്ല. ഈ ഭാരതത്തിൽ എമ്പാടും തന്നെ ക്രൈസ്തവവൽക്കരണ ശ്രമങ്ങൾ പതിറ്റാണ്ടുകളായി നടപ്പാക്കിയിട്ടുണ്ട്. അത് ധാരാളം രേഖകൾ ലഭ്യമാണ്. അദ്ദേഹം ചോദിക്കുന്നത് എണ്ണമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിനകത്ത് ശാസ്ത്രീയമായിട്ടൊരു വശം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മതം മാറ്റിക്കഴിഞ്ഞാലും അവരുടെ പേരോ അവരുടെ മതത്തിന്റെ പേരോ ജാതിയുടെ പേരോ ഇപ്പോൾ മാറ്റുന്നില്ല. അതാണ് ഇന്ന് ക്രൈസ്തവ വിഭാഗം അവലംബിച്ചിട്ടുള്ള തന്ത്രം. ക്രിപ്റ്റോ ക്രിസ്ത്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പദം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്പർ അനുസരിച്ച് ചിലപ്പോൾ സംഖ്യ കാണണമെന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. എ ലാൻഡ് ഓഫ് പ്രോമിസ് ദ കത്തോലിക് ചർച്ച് ഇൻ കേരള എന്നൊരു ലേഖനമുണ്ട്. പ്രൊഫസർ KT സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് എഴുതിയിട്ടുള്ളത്. ഞാൻ പേര് പറഞ്ഞല്ലോ, പുസ്തകത്തിന്റെ പേരും പറഞ്ഞു, അത് എഴുതിയ ആളിന്റെ പേരും പറഞ്ഞു. ഒന്നുകൂടെ പറയാം, എ ലാൻഡ് ഓഫ് പ്രോമിസ് ദ കാത്തലിക് ചർച്ച് ഇൻ കേരള, പ്രൊഫസർ KT സെബാസ്റ്റ്യൻ. അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണ്? കേരളത്തിലെ പുലേ വിഭാഗത്തിലുള്ള ആൾക്കാരെ എപ്രകാരമാണ്, ഏതൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഞങ്ങൾ മതം മാറ്റിയെന്നാണ് ആ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണല്ലോ. ഏതായാലും ശ്രീ KT സെബാസ്റ്റ്യൻ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ആ ലേഖനത്തിൽ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്റഗ്രൽ മിഷൻ ഡൈനാമിക്സ് ആൻഡ് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് കാത്തലിക് ചർച്ച് ഇൻ ഇന്ത്യ, എഡിറ്റർ അഗസ്റ്റിൻ കാഞ്ഞമല എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് ഇന്റർ കൾച്ചറൽ പബ്ലിക്കേഷൻ ന്യൂഡൽഹി ഇറക്കിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായ രീതിയിൽ 2000 ആകുമ്പോഴേക്കും, ഇത് 2025 അതിന് മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥമാണ്, 2000 ആകുമ്പോഴേക്കും ഭാരതത്തിനെ എങ്ങനെ ഇവാഞ്ചലൈസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. ആദിവാസി മിഷൻ, അതിനകത്ത് പല മിഷനുകളെ പറ്റി പറയുന്നുണ്ട്. സിറിയൻ ചർച്ച് മിഷൻ, പോർച്ചുഗീസ് മിഷൻ, ആദിവാസി മിഷൻ, ദളിത് ചർച്ച് തുടങ്ങിയ ഉപവിഭാഗങ്ങളുള്ള ഒരു ലേഖനം, ഒരു പുസ്തകമാണ്. അതിനകത്തെ ആദിവാസി മിഷനിൽ അദ്ദേഹം പറയുന്നു, ഏതാണ്ട് 105 വർഷം മുമ്പാണ് കത്തോലിക്ക സഭ ഛോട്ടാ നാഗപ്പൂർ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. 7 വർഷം കൊണ്ട് 80,000-ഓളം ആദിവാസികളെ മതപരിവർത്തനം ചെയ്തു. 100 വർഷത്തെ സുവിശേഷ പ്രവർത്തനം ഛോട്ടാ നാഗപ്പൂർ പ്രദേശത്തെ വളരെ ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു പള്ളിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ കത്തോലിക്ക സമൂഹത്തിൽ ഏതാണ്ട് 10% ഇന്ന് ഈ പ്രദേശത്താണ്. 90കളിൽ വടക്കു കിഴക്കൻ പ്രദേശത്തെ കത്തോലിക്കരുടെ എണ്ണം 8 ലക്ഷമായി ഉയർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രന്ഥം കത്തോലിക്ക സഭ ഇറക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥത്തിന്റെ കാര്യമാണ്, അല്ലെ കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികൾ ഇറക്കിയിട്ടുള്ളതാണ്. ഈ രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൽ എപ്രകാരമാണ് ക്രൈസ്തവർ ഈ പുലേ വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉൾപ്പെടെ മതം മാറ്റിയതിന്റെ മാർഗങ്ങൾ വിവരിക്കുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ഛോട്ടാ നാഗപ്പൂർ, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവവൽക്കരണം താങ്കളുടെ ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ഉത്തരേന്ത്യയിൽ തിരുവസ്ത്രമണിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് നേരെ ബജ്രംഗദളിന്റെ ചോദ്യം ഇനിയും ഉയരും എന്ന് തന്നെയാണ്. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവസ്ത്രം അണിഞ്ഞ് നടക്കുന്നത് മുഴുവൻ മതം മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണെന്നാണല്ലോ ബജ്രംഗദളിന്റെ നിലപാട്. അല്ല, അതാണല്ലോ താങ്കളുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഇല്ലില്ല, ഞാൻ അങ്ങനെ എന്റെ വാക്കിൽ അപ്രകാരം ഒരു പ്രതിഫലനം ഇല്ല. അല്ലാതെ പിന്നെ എന്താണ് താങ്കൾ ഓരോ വാക്കിലും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഭാരതത്തെ പൂർണ്ണമായി സുവിശേഷവൽക്കരിക്കാനുള്ള ആസൂത്രിതവും അന്താരാഷ്ട്ര തലത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും പറഞ്ഞു. ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വളരെ അവിചാരിതമായി ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്രകാരം ഒരു സംഭവം നടക്കുന്നു. അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടിയ ആൾക്കാർ, ആ കുട്ടി മൈനറാണ്, അതിന്റെ അനുവാദം മേടിക്കാതെയാണ് അതിനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ അതിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായി പോലീസിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു നടപടിയാണ് അവിടെ ബജ്രംഗദൾ പ്രവർത്തകർ അവിടെ കൂട്ടം കൂടി വരിക, പോലീസിനെ അറിയിക്കുക, ഇതെല്ലാം സാധാരണയായി നടക്കുന്ന ഒരു ശ്രമം എന്ന രീതിയിലാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്. ശ്രീ ഫാദർ ഫിലിപ്പ് കവിയിൽ മറുപടി. അവര് കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ ലോക്കൽ പോലീസ് അവിടെ വന്ന് അന്വേഷണം നടത്തി ഈ കുട്ടികളുടെ വിശ്വാസത്തിൽ എടുത്തത് മാത്രമാണ് എടുത്തത്. നമ്മൾ കോടതിയിലേക്ക്. ഫാദർ ഫിലിപ്പ് കവിയിൽ. അനിൽ വെളിയിൽ ഒഴിച്ച് ബാക്കിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഒരു സാധാരണക്കാരായ പാവപ്പെട്ട 2 മിഷണറി സിസ്റ്റർമാരെ ഒരു കാരണവുമില്ലാതെ ആൾക്കൂട്ടം വിചാരണ ചെയ്യുകയും പോലീസ് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുകയും തുറുങ്കിലടയ്ക്കുകയും ചെയ്തത് വളരെ സ്വാഭാവികമായൊരു
പ്രവൃത്തിയായിട്ട് അദ്ദേഹം കാണുന്നെങ്കിൽ ഇവർ അത്ര സ്വാഭാവികമല്ല, ഇവരുടെ ആസൂത്രിതമായ നീക്കമാണെന്ന് ഈ പകൽ പോലെ വെളിച്ചത്തിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെയുള്ള കേരളത്തിലുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ ഉത്തരേന്ത്യയിലെ പാവപ്പെട്ട ആളുകളോട് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും ഇങ്ങനെ. അതുകൊണ്ടാണല്ലോ അവർ സ്വന്തം ബുദ്ധി ഇല്ലാതെ ഇങ്ങനെ ഗുണ്ടകളെ പോലെ പ്രവർത്തിച്ചതായിട്ട് നമ്മൾ TV സീനുകളിൽ നിന്ന് കാണുന്നത്. അവിടെ ആ റെയിൽവേ സ്റ്റേഷനിലെ ബജറംഗ് ദളിൻ്റെ ചില ഗുണ്ടകൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് അത് അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണ് അവർ ഇടപെട്ടത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബൗദ്ധികമായ ചർച്ചയിൽ ഇത്തരത്തിൽ നിലവാരം കുറഞ്ഞ വാക്കുകൾ അതെന്താ ഉള്ള കാര്യം പറയുമ്പോൾ വിഷമിക്കുന്നതാണ്. തുടങ്ങിയ വാക്കുകൾ അതെ, നിലവാരം കുറഞ്ഞ വാക്കുകൾ എന്താണ് സഹോദര? ഇതിൻ്റെ അകത്ത് അവർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു സഹോദരിയെ ഇപ്രകാരം പ്രവർത്തിച്ചിരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? യുവജന വിഭാഗത്തിലെ ഗുണ്ടകളെന്ന് വിളിക്കുക എന്ന് പറയുന്നത് തീർത്തും അപലപനീയമായ കാര്യമാണ്. പ്രാദേശികമായിട്ട് ജനങ്ങൾ ഇന്ന് ഉണർന്നു കഴിഞ്ഞു. അവിടെ ഇല്ല, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. താങ്കളുടെ സഹോദരിയോടാണ് ഇപ്രകാരം ഇടപെട്ടിരുന്നെങ്കിലോ? താങ്കളുടെ സഹോദരിയോടാണ് ഇപ്രകാരം അവിടെയുള്ള ജനക്കൂട്ടം പെരുമാറിയിരുന്നെങ്കിൽ അവിടെ വിശ്വവുമില്ലായിരുന്നു, ഈ പരിഷത്തും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ താങ്കൾക്ക് പൊള്ളും. കാരണം താങ്കളുടെ സ്വന്തം ഒരാൾക്കാണ് അത് വരുന്നതെങ്കിൽ. അങ്ങനല്ലല്ലോ. അവിടെ സംഭവിച്ച ഒരു കാര്യം കൃത്യമായി പോലീസിന്റെ അറിവ് കൊടുത്തു എന്നുള്ള കാരണത്താൽ ആൾക്കൂട്ട വിചാരണയോ പീഡനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അവിടെ ഉണ്ടായില്ല. താങ്കൾ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കൂ. കഴിഞ്ഞ ഒരു വർഷക്കാലം 2024 ലോക രാഷ്ട്രങ്ങളിൽ അതുണ്ടാകാതെ എങ്ങനെയാണ് സഹോദര ഈ TTR എന്ന് പറയുന്ന ആള് ബജറംഗ് ദളിന്റെ ആളുകൾ വിളിച്ചു വരുത്തുന്നത് എങ്ങനെയാണ്? അതൊന്ന് വിശദീകരിച്ചേ. എനിക്കറിയില്ലല്ലോ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു നിയമ ലംഘനം നടന്നാൽ ആരെയാണ് വിളിച്ചു വരുന്നത്? താങ്കൾ അതുമായി ബന്ധപ്പെട്ട തെളിവ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും. ഇപ്പൊ മാധ്യമ പ്രവർത്തകരോട് BJP നേതാക്കൾക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമാണ്. ഈ ബജരംഗ് ദൾ പ്രവർത്തകർ അവിടെ വന്നതും ഈ പെൺകുട്ടിയുടെ മൊഴി ഈ രീതിയിൽ രേഖപ്പെടുത്തിയതും റെയിൽവേ പോലീസും ലോക്കൽ പോലീസും ഇതൊക്കെ സംശയ നിഴലിൽ തന്നെയാണ്. അപ്പോൾ ബജരംഗ് ദളിൻ്റേത് ഒരു ആൾക്കൂട്ട വിചാരണയായിരുന്നു. ഇപ്പോൾ മറ്റൊരു കാര്യം, ഒരു രാഷ്ട്രീയ ബൈറ്റ് കൂടിയുണ്ട്. അത് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞ കാര്യമാണ്. അത് സംസ്ഥാന രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. മന്ത്രി V ശിവൻകുട്ടി: ഇതൊക്കെ കേരളത്തിലെ തിരുമേനിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ദീപയില് എഡിറ്റോറിയൽ എഴുതിയിട്ട് മാത്രം അരമനയിൽ മാത്രം കയറി ഒതുങ്ങി ഇരുന്ന് പ്രാർത്ഥിച്ച പ്രശ്നത്തിന്റെ പരിഹാരം കാണുന്നു. രാജ്യത്താകെ ഹിന്ദു മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലുള്ള മതത്തിൽപ്പെട്ടവരെയും അവരെ പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒന്നിലയിൽ ചെന്നൊരു പരാതി പറയുന്നതിന് വേണ്ടി ഇപ്പോൾ ഉള്ള ധൈര്യം പോലും ഈ തിരുമേനിമാർ കാണിക്കുന്നില്ലല്ലോ. ബിഷപ്പുമാർക്കെതിരെയാണ് ഫാദർ ഫിലിപ്പ് കബീൽ മന്ത്രി V ശിവൻകുട്ടി പറയുന്നത്. അത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവുമായി ചേർന്ന് പോകുന്നതാണ്. ഈ ക്രിസംഗികൾ എന്നുള്ള പ്രയോഗം പോലും അതിനിടയ്ക്ക് വന്നുവല്ലോ. അതായത് ക്രൈസ്തവ സഭകൾ BJPയുമായിട്ട് അടുക്കുന്നതിനെയാണ് അത് ഉദ്ദേശിച്ചത്. ഇപ്പോൾ സംഘ് പരിവാറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുമ്പോൾ ബിഷപ്പുമാർ അരമനയിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമില്ല, ദീപികയിൽ മുഖപ്രസംഗം എഴുതി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്നാണ് മന്ത്രിയുടെ വാക്കുകൾ. അദ്ദേഹം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോൾ ആശയപരമായി VHP സഹോദരനുമായിട്ട് എതിർത്ത് സംസാരിച്ചു. നാളെ അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് മിണ്ടാൻ പാടില്ല എന്നിവിടെ നിയമമുണ്ടോ? അത് മാന്യതയല്ല. നമ്മൾ ആശയപരമായിട്ട് എതിർത്ത് സംസാരിച്ചതുകൊണ്ട് ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് നമുക്ക് മനസ്സിലാകത്തില്ലേ? മഞ്ജുഷ് സാറിനും അത് മനസ്സിലാകുന്നില്ലേ? എന്തുകൊണ്ടാണ്, ആരാണ് ഇത് പറഞ്ഞത്? അദ്ദേഹം പറയുന്നതിൻ്റെ പിന്നാമ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അത് നമുക്കെല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന 4 പേർക്കും കൂടെ തിരിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.